ജൂലൈ 2-ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഭക്ഷണം എനിക്ക് ലവ് ബേർഡ്സും ഈ ഒരു കൂടി ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ തന്നെ സെറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം കുളിച്ച് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. നരിക്കിനി തന്നെയുള്ള അമ്പലത്തിലാണ് കേട്ടോ പോകുന്നത്. മഴയൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു മടി ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് നമുക്ക് പോകുന്ന ആ ടൈമിലേക്ക് മഴ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അക്ഷണം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുറപ്പെടലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തിറങ്ങി. അപ്പോൾ മഴയൊക്കെ അങ്ങനെ പെയ്ത് തോർന്ന് നിൽക്കുന്ന ടൈമാട്ടോ. അപ്പം നല്ലൊരു വൈബായിരുന്നു അമ്പലത്തിൽ ഞങ്ങളല്ലാണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. ചെറിയ ചാറ്റൽ മഴയൊക്കെ കൊണ്ട് അമ്പലത്തിൽ ഇങ്ങനെ തൊഴാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. എന്നിട്ട് ചായയൊക്കെ കുടിച്ച് അതിനുശേഷം ഞങ്ങൾ വീണ്ടും നരിക്കിനിക്ക് വന്നു. എന്നിട്ട് പുരികൊക്കെ ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പുരികൊക്കെ ത്രെഡ് ചെയ്ത് ഞങ്ങൾ ടൗണിലേക്ക് പോവുകയാണ്. വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ നേരെ പോയത് സ്റ്റുഡിയോയിലേക്കാണ്. അങ്ങനെ സ്റ്റുഡിയോയിൽ നിന്ന് ഞാനൊരു കോഡ് സെറ്റ് വാങ്ങി. അപ്പോൾ ഈ ഒരു കോഡ് സെറ്റാണ് കേട്ടോ വാങ്ങിയത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കോഡ് സെറ്റ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്കെന്തോ അത് വല്ലാണ്ട് ഇഷ്ടമായി. ഞാനത് എടുത്തു. അങ്ങനെ സ്റ്റുഡിയോന്ന് വട്ടം കറങ്ങി കളിച്ചപ്പോഴത്തേക്കും നേരെ ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ അരിപ്പവനിലേക്ക് വിട്ട് അവിടെ നല്ലൊരു അടിപൊളി സദ്യയൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളത് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ നല്ല മഴ കിട്ടി. പിന്നെ ഞങ്ങൾ വേറെ എങ്ങോട്ടും പോകാൻ നിന്നില്ല. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ വൈകിട്ടൊരു 7 മണിയൊക്കെ ആയപ്പം അമ്മയും അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ചായയും പലഹാരമൊക്കെ കൊടുത്ത് പിന്നെ ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് അവരെന്നോട് പറയാതെ സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ വന്നത്. പജിയൊന്ന് ഒരു ചുരിദാറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും വർക്ക് കഴിഞ്ഞിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് എത്തുക. അപ്പോൾ അതുകൊണ്ടാണ് അവർ ലേറ്റ് ആയത് കേട്ടോ വരാൻ. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ അത്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുമ്പം എല്ലാവരും പറയുന്നത് അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവസാനം ഞാൻ അമ്മേൻ്റെ വായിൽ തന്നെ കൊടുത്തു കേട്ടോ. പിന്നെ അനിയത്തിക്കും അച്ഛനും ഭക്ഷണമൊക്കെ കൊടുത്തു. അങ്ങനെ ഇഷ്ടമുള്ള നരിക്കിനി പോയി മന്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പെരി മന്തിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ചില്ല. ഭക്ഷണം സാലഡ് മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരുടെ കൂടെ ഇരുന്ന് കഴിച്ചു. ഭക്ഷണം കമ്പനി തരാമെന്ന് പറഞ്ഞ സൈഡിൽ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കനായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു 10 മണിയൊക്കെ ആയപ്പം അവർ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി കേട്ടോ. ഭക്ഷണം കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് വണ്ടിയിലാണ് കൊണ്ടുവച്ചാക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ.